സുഹൃത്തുക്കളെ, പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. പൂർണ്ണമായും ഫിഷിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഫിഷിംഗ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ച ഞാൻ ഫിഷിംഗ് വീഡിയോ ആണ് പൊതുവേ ചെയ്യാറുള്ളത്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യവും ലൊക്കേഷൻ മാറ്റി പിടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ രാവിലെ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ചാലിയത്തേക്ക് പുറപ്പെട്ടതാണ്. അങ്ങനെ ചാലിയത്തേക്ക് ഫറൂഖ് കൂടെ ചാലിയത്തേക്ക് പോയി. ചാലിയത്തെത്തി. ചാലിയത്ത് ഈ കാണുന്ന കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ഇപ്പം പുതുതായിട്ട് അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞോന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ നടന്നു പോയി. അപ്പോൾ അവിടെ ലൈറ്റ് ഹൗസൊക്കെ കണ്ട്, ലൈറ്റ് ഹൗസ് ഇങ്ങനെ ദൂരത്ത് നിന്ന് കണ്ട്. അപ്പോൾ ഞാനവിടെ ഞാൻ നോക്കി എന്താണ് ഇപ്പോൾ അവിടെ അങ്ങനെ ഉപയോഗിച്ച മെറ്റീരിയൽ. നേരെ ഓലക്ക് പകരം ഇതിങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് അവിടെ യൂസ് ചെയ്ത് കണ്ടത് ഞാൻ. ഇതിങ്ങനെ അതിൻ്റെ ഒരു പീസാണ്. ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനത്തെ നീളത്തിലുള്ള ഒരു സാധനം അവിടെ ആണിച്ച് അടിച്ച് ഉറപ്പിക്കാമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഈ സാധനം ഉണ്ടാക്കുന്നത്. പിന്നെ മെല്ലെ മെല്ലെ നടന്ന് പഴയ പോർച്ചുഗീസുകാരെ കോട്ട തകർത്തതുണ്ടല്ലോ, കുഞ്ഞാലി മരക്കാരും സാമൂതിരി പടയാളികളൊക്കെ പാടെ കൂടിയിട്ട് അതിനോട് ആളുകൾ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നു. അപ്പോൾ ആളുകളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ അന്നേരം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ തിരങ്ങനെ അടിച്ച് കയറുന്നുണ്ട് ചില സമയത്തൊക്കെ. ഫോണൊക്കെ ചില സമയത്ത് നനഞ്ഞു. അപ്പോൾ ഞാൻ ഏകദേശം അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ തിരിച്ചു പോകുന്നാലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു. പക്ഷേ ഒരു മീനെങ്കിലും ആർക്കും കിട്ടുന്നത് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചാൽ കുറച്ച് നേരം ഇവിടെ കാത്തുനിന്നു. അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇനി ഞാൻ സംസാരിക്കുന്നില്ല, ഇവിടുത്തെ നിങ്ങൾ കണ്ടോളി. കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നേരിട്ട് കാണുമ്പോൾ ചിലർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണം. എനിക്ക് ഒരേ ഒരു ആവശ്യങ്ങളോട് പറയാനുള്ളൂ. എൻ്റെ ഏക ആവശ്യം അതാണ്. പിന്നെ താല്പര്യം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നല്ല ശക്തമായി തിരടിക്കുന്ന പുഴയിൽ കടലിലേക്ക് ഏറിച്ചുകൊണ്ട് എറിയാണ്. ആ കറക്കുന്ന എറിയണൊക്കെ ഒന്ന് കണ്ടാളേ. എറിഞ്ഞിട്ട് അവിടെ പോയി വീണമെന്ന് പാടെ നോക്കി. ആ കാറ്റിൻ്റെ പവറൊന്നും ഇപ്പുറത്തൊക്കെ പോയി. ഈ കോട്ടൻ്റെ ഭാഗത്ത് തന്നെ വേറൊരു സൈഡിൽ ചൂണ്ടിട്ട ഒരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മീനായിട്ട് പന്തിരങ്ങാവും. നിങ്ങളൊക്കെ രാത്രി എപ്പോഴും ഇറങ്ങാം ഫിഷിങ്? വേലിയായിട്ട് വെള്ളം കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അതാണ് എന്നോട് പറഞ്ഞത്. ഒന്നുകിൽ രാത്രി 12 വരെ നിൽക്കാനേ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങിയിട്ട് മാറിക്കൊള്ളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഫിഷ് കിട്ടി ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഇറങ്ങി. പുലിമുട്ടിൻ്റെ അവിടെയൊക്കെ വേറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ബാക്കി വീഡിയോ ഒക്കെ അവിടെ പോയി എടുക്കാനുള്ള രൂപത്തിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി. ആ വീഡിയോൻ്റെ ബാക്കിയായിട്ടുണ്ട്. ഈ ഫിഷാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീൻ തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പുലിമുട്ടിൻ്റെ അവിടെ പോയി. അപ്പോൾ സ്പീഡ് മറ്റേ എന്തായാലും വിനോദസഞ്ചാരികളെ ബോട്ടാണ്. അങ്ങനെ ഒന്ന് റൈഡൊക്കെ നടത്തി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പൽ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. വളരെ മെല്ലെയാണ് വരുന്നത്. ഇപ്പോൾ അവിടെ നിർത്തിയിട്ട് രൂപമെന്ന് തോന്നിപ്പോവും നിങ്ങളിപ്പോൾ ഇതിൽ കാണുമ്പോൾ. അതിന് വേറെ കുറച്ച് ഷോട്ടും പാടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഈ സൈഡിലൊക്കെ നിന്നിട്ട് ചൂണ്ടിടുന്നുണ്ട്. ഇത് കുറച്ച് കരഭാഗമാണ്. അതായത് ചാലിയാർപ്പുഴയാണ് കാണുന്നത്, പക്ഷേ ഇത് ഏകദേശം കരഭാഗമാണ്. കരഭാഗം മീൻ തീരപ്രദേശം ആണ്. ഇതല്ല, കടലിൻ്റെ
തീരം കഴിഞ്ഞ സ്ഥലത്തേക്കുള്ള പുലിമുട്ടൊക്കെ എത്തിയിട്ടില്ല. അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാനങ്ങനെ നീങ്ങും. ഇപ്പം നിൽക്കുന്നത് കടൽ തീരത്തു നിന്നും പുറത്തേക്ക് തള്ളിയിട്ടുള്ള ഭാഗം. ഈ ഭാഗത്ത് ഭയങ്കര ശക്തമായ കാറ്റാണ്. ശബ്ദം പോലും ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഇത് മൊത്തം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്ത് വോയിസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അറിയണമല്ലോ ഞങ്ങൾ പറഞ്ഞിട്ട്. കാരണം ഇതൊരു കപ്പൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, അതായത് തിരിച്ച് പാർക്ക് ചെയ്യാൻ പോകുന്നത്, മീൻപിടുത്തം കഴിഞ്ഞ് വരുന്ന ഒരു ബോട്ട് പോലത്തെ ഒരു ബോട്ട് വന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട്. എന്നിട്ട് അത് അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ തിരിഞ്ഞ് ബോട്ട് തിരിച്ച് റിവേഴ്സ് അടിക്കുന്ന പോലെയൊക്കെ കണ്ട് പിന്നെ തിരിഞ്ഞു ഈ കപ്പലിൻ്റെ ഒപ്പം എന്ത് ചെയ്യാണ് ഈ കടലെത്തുന്ന സ്ഥലം വരെ ഇങ്ങനെ പോകുന്നത് കണ്ടു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അത് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് ഇതേ വയ്ക്കുന്ന തിരിച്ച് റിട്ടേണും പോയി. ഇതാണ് ഇപ്പം ഞാൻ ഈ ഫോക്കസ് ചെയ്ത് വെച്ചത്. കുറച്ച് സമയം എടുത്തിട്ട് കുറേ സമയം എടുത്താണ്. അപ്പം ആ സ്ഥലങ്ങളൊന്ന് സ്പീഡാക്കി കണ്ടാൽ മതി. ഞാൻ പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. കാരണം ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ലോയിൽ കാണിക്കാതെ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടത്. കാണിക്കാൻ കഴിയൂല, അത്രയും റിസ്ക് ആണത്. അപ്പോൾ ഈ ഭാഗം കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് കാണണേ. പിന്നെ ഇതെന്താ സംഭവം എന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ എനിക്ക് ഉപകാരമാണ്. കാരണം എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ കപ്പലെത്തിയ സ്ഥലമല്ലേ, അവിടെത്തി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും ബോട്ട് ഇങ്ങനെ ആ കപ്പലിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചിങ്ങോട്ട് പോകണതാണ്. വലിയ ബോട്ടാണ്. ചൂണ്ടിടുന്ന ആൾക്കാർക്ക് ഒരാൾക്കൊക്കെ മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പൂർണ്ണമായി ഫിഷിങ് വ്ളോഗൊന്നും പറയാൻ പറ്റാത്തൊരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാവൽ വ്ളോഗ് പോലെയാണ്. എന്നാലും ഫിഷിങ് ആണ് നമ്മൾ മെയിനായിട്ട് സൺഡേ ആയതിനോട് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഈ നോക്കുകയാണെങ്കിൽ കാണാം ആ കപ്പലെടുക്കുന്ന ബോട്ട് ഇതാ വളച്ച് നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഡയറക്ഷൻ ഞാൻ ആദ്യം പോയ പോലെ തിരിച്ചിങ്ങനെ വരുന്നത് കാണുന്നത്. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാനാണ് കണ്ടത്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയും ഈ സ്പീഡ് ബോട്ട്, ഉല്ലാസ ബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ടൂറിസ്റ്റുകൾ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾ കയറുന്ന 2 നിലയുള്ള ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവർ ഏറ് ചൂണ്ടൊക്കെയാണ് മീൻ പിടിക്കുന്നത്. ഇത് എറിയുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. കുഴപ്പമില്ലാത്ത അത്യാവശ്യം മീൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ വീഡിയോ എടുത്തതിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയ ആൾ ഇവർ തന്നെയാണ്. ഈ വീഡിയോയിലും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയ ആൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവർ തന്നെയാണ്. പിന്നെ പൊതുവേ ഇതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഏട്ടച്ചാകര എന്ന് പറഞ്ഞേ, അതിൽ ഏട്ടടിച്ച പോലെ. പിന്നെ അതിന് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഉണ്ടല്ലോ, ഇത് കോഴിക്കോട് വെച്ചിട്ടുള്ള മുട്ടിക്കോര അങ്ങനത്തെ കുറേ മീനുകളെ പിടിക്കുന്നത്, ഷാനുക്കൊക്കെ ഉള്ളത്. ആ വീഡിയോൻ്റെ അത്രയുള്ള ചാകരകളൊന്നും, അത്ര ചൂണ്ടലിന് തുടർച്ചയായിട്ട് തന്നെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം പിന്നെ നമുക്കില്ല, ഞാൻ കണ്ടിട്ടില്ല. നല്ല സ്പോട്ടുകളൊക്കെ ഈ കോഴിക്കോട് നഗരത്തിനോട് അടുത്ത് ചേർന്നിട്ടുള്ള ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് വീഡിയോ എടുത്തിടേ.
ഞാൻ കുറച്ച് നേരം അവിടെ പോയി നിന്നേ ആ കല്ലുള്ള സ്ഥലത്ത് അവിടെ ആ ചൂണ്ടക്കാരുണ്ട് ഇവിടെ അല്ല അവിടെ ആ കടലിലേക്ക് തന്നെ കല്ലുള്ളടുത്ത് ഈ പോർച്ചുഗീസുകാരെ ഞൊടിയരുന്നില്ലേ നിങ്ങളെവിടെ എവിടാ ഞാൻ ഈ മീൻ പിടിച്ച് കാണിക്കുന്നത് അത് ഇവർ കൊണ്ടോട്ടില്ല തന്നെയാണ് ഇവരെ അറിയുന്ന സുഹൃത്താണ് ഫിഷിങ് കഴിയുമ്പോൾ ഇവരെ മറ്റൊരു സുഹൃത്താണ് ഫിഷിങ് ചെയ്യും ചെറുണ്ണൂരെന്ന് പറഞ്ഞത് ഇത് വേറെ ആളാണ് അവർ പിടിച്ച മീനാണ് എന്താ മീൻ കുഴപ്പമില്ലാത്ത മീനൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കടുകന്നെ കുട്ടിയല്ലേ കുറച്ച് നേരമായിട്ടുള്ളൂ പറഞ്ഞ് പിന്നെ ഇതാ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫിഷിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ എനിക്ക് അത്ര പരിചയമുള്ള ആളുകളല്ല പിന്നെ ഇവിടെയൊക്കെ ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കല്ല് അത്രയും കോഴിക്കോടത്തെ പോലെ ഒന്നല്ല കുറച്ച് കല്ലുകളെ ഗ്യാപ്പുകളെ കുറച്ച് വലുതാണ് ചിലപ്പം കാല് കുടുങ്ങാനൊക്കെ സാധ്യത വളരെ കൂടുതലുള്ള രൂപത്തിലാണ് ഉള്ളത് ഇവിടെ അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് ഡിസ്കോ കളിക്കാൻ നിന്നില്ല ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരെ കാണിക്കുന്നുണ്ടാവും അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കല്ല് ഇങ്ങനെ പൊന്തിക്കുന്നത് കാണില്ലേ ഇതാണ് പണ്ടത്തെ പോർച്ചുഗീസുകാരെ കോട്ട ആ കോട്ട കെട്ടിയ ചരിത്രം പറഞ്ഞാൽ മിഷ്കാൽപ്പള്ളി 8 നില ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് അതിൻ്റെ കല്ലും മരവും ഉപയോഗിച്ചിട്ടാണ് ആ കോട്ട നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാമൂതിരി പടയാളികളും അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരെ അന്നത്തെ നാവിക തലവനാണല്ലോ അവരും കൂടി ചേർന്നിട്ട് ഈ കോട്ട പൊളിക്കുകയും ഇതിൻ്റെ കല്ലും മരവും ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത് മിഷ്കാൽപ്പള്ളി പുനർനിർമ്മിച്ചത് എന്നാണ് ചരിത്ര രേഖകളിൽ കാണുന്നത് പിന്നീട് പുനർനിർമ്മിച്ച മിഷ്കാൽപ്പള്ളി 4 നിലകളായിരുന്നു പോർച്ചുഗീസുകാരെ ബുദ്ധിമുട്ട് കൊണ്ട് അന്നത്തെ കാലത്തുണ്ടായ യുദ്ധങ്ങളായാലും അതുപോലെ തന്നെ സാമൂതിരിയുടെ ചെറുത്തുനിൽപ്പായാലും കുഞ്ഞാലി മരക്കാന്മാരുടെ ചെറുത്തുനിൽപ്പായാലും ഒരുപാട് പുസ്തകങ്ങളിലൂടെ ഞാൻ വായിച്ചു പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും വായിച്ചു പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ ചരിത്രങ്ങളൊന്നും മറന്നു പോകരുത് ആധുനിക കാലത്ത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം പിന്നെ ഇതാ ഇവർ അരീക്കോടുള്ള ആളാണ് ഇവർ സബിക്കാണ് കാസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇര വേണ്ടാത്ത അപ്പം ഫസ്റ്റ് കാസ്റ്റ് ചെയ്തപ്പോൾ എന്താ പറയുക ഇവിടെ വെള്ളത്തിൽ നല്ല തിരമാല ഉണ്ടായതുകൊണ്ടേ പിന്നെ കാറ്റിന് ശക്തി കൂടുതലായതുകൊണ്ട് കെട്ടിപ്പണിഞ്ഞു അങ്ങ് കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കുളത്തി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വേറെ അടുത്ത് പോയി അപ്പോൾ ഒരാൾ കുറച്ച് വലിയ നെറ്റ് കൊടുത്ത് അപ്പം പിന്നെ ഈ പെട്ടെന്ന് പിണഞ്ഞു പോണ പ്രശ്നം കാസ്റ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് കുറച്ച് കുറഞ്ഞു ഇതിനിടയിൽ പരുന്തിങ്ങനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ വട്ടട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട് എന്താ അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല വല്ല ഇര തേടിയിട്ടാണോ തലൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി താന്ന് ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ തലൻ്റെ മുകളിൽ ഒന്ന് പെട്ടെന്ന് താന്ന് പൊന്തി അങ്ങ് പോയി അപ്പോഴാണ് ഞാൻ ശ്രദ്ധപ്പെട്ട് ഞാനങ്ങ് നോക്കി പിന്നെ ഇവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരോട് ചോദിച്ചുമ്പോൾ ഇവർക്ക് ആകെ 2 ഏട്ടാണെന്ന് കിട്ടിയെന്ന് പറഞ്ഞ് അപ്പുറത്തുള്ള കേട്ടോ അങ്ങനെ ഇവർ കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് ഈ സമയത്തൊന്നും കിട്ടിയില്ല അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഇവർക്കും കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ആയപ്പോൾ ഇവർക്ക് കിട്ടിയത് ഒരു പരന്ന മത്തി പോലത്തെ ഒരു മീൻ മത്തിയാണോന്നറിയില്ല മത്തി പോലത്തെ ഒരു മീൻ പരന്ന മത്തിയില്ലേ അതുപോലത്തെ ഒരു മീൻ അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു കേട്ടോ ഈ സബിക്ക് തന്നെ അടിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ച വീഡിയോയുള്ള മൂപ്പര് അതാ ബാഗിലിട്ടണേ ഫിഷിങ് പിടിച്ചിട്ട് മൂപ്പര് സാധാരണ നോർമലി ഈ ഇരട്ടണ ചൂണ്ട യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സബ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് സബ്ക്ക് യൂസ് ചെയ്തിട്ട് മൂപ്പർക്ക് രാവിലെ അത്യാവശ്യം നല്ലോണം പാര വറ്റ ഒക്കെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞത് ഇവർ തുടരെ കാശ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ തുടരെ മടിയില്ലാതെ കാശ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ലൊക്കേഷൻ ഇങ്ങനെ മാറി മാറി കാശ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്
കിട്ടാനുള്ള ചാൻസ് കൂടുതലല്ലോ. കൂടുതലുള്ള സ്ഥലത്തേക്ക് മാറി നിന്നാലാണോ കൂടുതൽ കിട്ടുക, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇപ്പം 450 ആയിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 29 ഇന്നൊരു 500 തേക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അപ്പോൾ ഏതായാലും ഓക്കെ, കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഫിഷിംഗ് വീഡിയോ മാത്രമല്ല കേട്ടോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫുഡ് വ്ളോഗ്സ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫുഡ് വ്ളോഗാണ്. പ്രതീക്ഷിതമായിട്ടാണ് കോഴിക്കോട് നിന്ന് എന്ത് ചെയ്ത് ഒരു ഫിഷിംഗ് വീഡിയോ ചെയ്തത്. അതിന് ശേഷം ഫിഷിംഗ് വീഡിയോ ഇട്ടതിനൊക്കെ നല്ല ഇത് കിട്ടുന്നുണ്ട്, വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിഷിംഗ് വീഡിയോ അങ്ങനെ തുടരാൻ തീരുമാനിച്ചതാണ്. ഫിഷിംഗ് വീഡിയോ തുടരും, അതിൻ്റെ ഒപ്പം ഫുഡ് വ്ളോഗ്സ് അതുപോലെ തുടരും. ഇത് അവിടെ മുട്ടിക്കോരാണ് കിട്ടിയിട്ടുള്ളത്, അത്യാവശ്യം വലുപ്പമുള്ള മുട്ടിക്കോര തന്നെ കിട്ടിയത്. ഇത് പിന്നെ ഞാൻ ആ പുലിമുട്ടൻ്റെ അറ്റത്ത് പോയി നോക്കിയതാണ്. ഇവിടുന്ന് ഓപ്പോസിറ്റ് ബേപ്പൂർ പുലിമുട്ടാണ് അപ്പുറത്ത് കാണുന്നത്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ പുഴ എൻ്റെ നീളം കൂടി പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഫിഷ് അടിച്ചതാണ്, പാരൻ്റെ കുട്ടിയാണ്. എന്ത് മീനാണ്? മുട്ടിക്കോരട്ടുള്ളതന്നെ ഞാൻ ഊണുപോയി. നേരത്തെ നമ്മൾ കണ്ട ആൾ തന്നെയാണ്, സബ്ക്കി തന്നെയാണ് കാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്താണ് എന്നോട് പറഞ്ഞത് വേറൊരു ഫിഷ് കിട്ടിയെന്നുള്ളത്. ഇവരും സമയാസമയം കിട്ടിയ ഫിഷിനെ ബാഗിലാക്കി വെക്കുക ചെയ്യുന്നത്. പിന്നെ നേരിട്ടിട്ടുള്ള കാസ്റ്റിങ് ചെയ്യാറില്ല പറഞ്ഞു. അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്, ബുദ്ധിമുട്ടാണെന്നാണ് മൂപ്പര് പറഞ്ഞത്. മൂപ്പര് കൂടുതൽ ലൂറ്, സബുക്കി ഇതൊക്കെ തന്നെ കാസ്റ്റ് ചെയ്തത്. ഇന്ന് മൂപ്പര് സബുക്കി പുതിയത് വാങ്ങിയതാണ്, 80 റുപ്പീസാണ് ആയത് പറഞ്ഞ്. ഇവിടെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഞാൻ പരിചയപ്പെട്ട കൂടുതൽ ആളുകളും യൂണിവേഴ്സിറ്റി, കൊണ്ടോട്ടി, അതുപോലെ അരീക്കോട് ഭാഗത്തുള്ള ആളുകളാണ്. എല്ലാവരും ഫ്രീ ടൈം വിനിയോഗിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്, അല്ലാതെ ഫിഷിങ്ങിന് മാത്രമായി നിൽക്കുന്ന ആളുകളല്ല കേട്ടോ. ടിക്കോറന്നെ നല്ല പൊളിച്ചിട്ടുണ്ടോ അല്ലേ? എന്താ ചെയ്യണ്ടേ? തുറന്നരാ? ഒരു ഭാഗ്യം കിട്ടുന്ന കിട്ടി. വേണ്ട തവണ പോത്തു ഈ ചൂണ്ടല്. അങ്ങനെ ഏകദേശം സന്ധ്യയായപ്പോൾ ഞാൻ അവിടെ നിന്ന് തടിയെടുത്ത് തുടങ്ങി. വേറെ ഒന്നല്ല, ഇരുട്ടായിന്. പിന്നെ ഇവിടെ ഒരു ചാലിയം ഫെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നുണ്ട്. ഞാനിത് അറിഞ്ഞിട്ട് വന്ന ആളൊന്നല്ല, ഞാൻ കാണാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഈ ഭാഗത്തേക്കുള്ള റോഡ് ഫുള്ള് ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയ ശേഷം തന്നെ റോഡിൽ എത്താൻ ഒരുപാട് സമയമെടുത്തു. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകളൊന്നും അറിയിക്കണേ, തീരെ മറക്കരുത്. നിങ്ങളെ കമൻറ്റുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.